ഫ്രണ്ട്സ്, +2 പാസ് ഔട്ടായി. സോ എൻ്റെ ടി സി മേടിക്കാൻ കഴിഞ്ഞ ദിവസം സ്കൂളിൽ പോയായിരുന്നു. ഇതാണ് എൻ്റെ ടി സി. എന്നെ പറഞ്ഞു വിട്ട് സ്കൂളിൽ നിന്ന്. ഓക്കെ, പിന്നെ ടി സി മേടിക്കാൻ പോയപ്പോഴാണ് ഞങ്ങളെടുത്ത കുറച്ച് കലോത്സവങ്ങളുടെയൊക്കെ സർട്ടിഫിക്കറ്റ് എനിക്ക് തരാനുണ്ടായിരുന്നു. ന്യൂസ് പോയപ്പോഴാണ് കിട്ടിയത്. ഞാൻ ടോട്ടൽ 4 ഐറ്റത്തിനായിരുന്നു പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. +2 കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭരതനാട്യം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ തോന്നിയത് കൊണ്ട് ഞാൻ ഭരതനാട്യം ആയിരുന്നു പെർഫോം ചെയ്തത്. ഭരതനാട്യം എ ഗ്രേഡ് ആണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് സ്കൂളിൽ നിന്ന് തിരുവാതിര പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. മാപ്പിളപ്പാട്ട് എനിക്ക് എ ഗ്രേഡ്, ഫോക്ക് ഡാൻസ് എ ഗ്രേഡ്. പിന്നെ ഉള്ളത് DRC കലോത്സവം, അതായത് കോഴിക്കോട് വെച്ചിട്ടായിരുന്നു കലോത്സവം നടന്നത്. നമ്മുടെ കേരളത്തിൽ നിന്ന് പോകുമ്പോൾ മോഹിനിയാട്ടം എന്നുള്ള രീതിക്ക് അവർ മോഹിനിയാട്ടം കളിച്ചൊരു കുട്ടീനെയായിരുന്നു സെലക്ട് ചെയ്തത്. കുച്ചിപ്പുടി പാർട്ടിസിപ്പേറ്റ് ചെയ്തതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ്. എനിക്ക് ഏറ്റവും എൻ്റെ +1 +2 ലൈഫിൽ എനിക്ക് പ്രീഷ്യസ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഒരു മെമ്മറി ആയിട്ടുള്ള ഒരു സംഭവം ഇത് NSSൻ്റെ നാഷണൽ ഇൻ്റഗ്രേഷൻ ക്യാമ്പ്. അതായത് ഇത് ഹൈദരാബാദിൽ വെച്ച് നടന്ന ക്യാമ്പായിരുന്നു. 6-7 ഡേയ്സോളം വരുന്ന ഒരു ക്യാമ്പായിരുന്നു. 5 ബോയ്സും 5 ഗേൾസും ആയിരുന്നു പോയത്. ഒരു പരിചയമില്ലാത്ത ഫ്രണ്ട്സ് ആയിരുന്നു ഞങ്ങൾ. ഒരു പരിചയമില്ലാത്ത ടീച്ചറാണ് കൂടെ വന്നത്. തിരുവനന്തപുരം, പത്തനംതിട്ട, കൊല്ലം, ഇടുക്കി, എറണാകുളം, വയനാട്, തൃശ്ശൂർ ഇങ്ങനെയുള്ള ജില്ലകളിൽ നിന്നായിരുന്നു പിള്ളേർ വന്നത്. ഒരു പരിചയമില്ലാത്തവരെ ഫ്രണ്ട്സ് ആയിട്ട് കിട്ടി. അവിടെ ഏകദേശം 200 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. 12 സ്റ്റേറ്റ്സ് ആണ് അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. കേരള എന്നുള്ള ഒറ്റ പേരിലാണ് നമ്മൾ അവിടെ പോവുക. പക്ഷെ അവിടെ നല്ല രസമായിരുന്നു. ഒരുപാട് മെമ്മറീസ് തന്നൊരു ക്യാമ്പ് തന്നെയായിരുന്നു. ഇത് എല്ലാവർക്കും കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി അല്ല. ബാക്കിയുള്ളവരെല്ലാവരും ഡിഗ്രി ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ ഒക്കെ പഠിച്ചുകൊണ്ടിരുന്നവരായിരുന്നു. LLBക്ക് പഠിക്കുന്നവർ, ഫിസിയോതെറാപ്പി പഠിക്കുന്നവർ, അങ്ങനെയുള്ളവരൊക്കെ ആയിരുന്നു അവിടെ വന്നത്. അപ്പോൾ ഞങ്ങളായിരുന്നു അവിടുത്തെ ഏറ്റവും കുട്ടീസ്. സോ ഞങ്ങളെല്ലാവർക്കും ഭയങ്കര കാര്യമായിരുന്നു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ.